ട്രാവൽ ജ്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ അൺബോക്സ് ചെയ്യാണ്. കാരണം ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ കുറേ പേഴ്സണലായിട്ട് എനിക്ക് കമൻറ്റ് ഇടുമ്പോൾ പേഴ്സണലായിട്ട് കുറച്ച് ഫോണിൽ ആൾക്കാർ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. വോയിസിൻ്റെ പ്രോബ്ലം, അതേപോലെ പ്രസൻറ്റ് ചെയ്യുന്ന രീതികൾ, ഇതൊക്കെ കുറച്ച് പ്രോബ്ലംസുകളുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുള്ളത്. അപ്പം ഞാൻ ഇതിനിടയിൽ ബോയയുടെ മൈക്ക് മേടിച്ചായിരുന്നു. പക്ഷേ ഈ മൈക്ക് മേടിച്ചപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ OnePlus ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാമറയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ക്യാമറയിൽ പുറത്തുള്ള മൈക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ യൂട്യൂബിൽ പല വീഡിയോകളും തരുന്നപ്പോഴാണ് ഓപ്പൺ ക്യാമറ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നുള്ളത് മനസ്സിലായി. ഓപ്പൺ ക്യാമറ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ജസ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ പറയുന്ന ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ പ്രസൻറ്റേഷൻ പോകെ പറഞ്ഞ് ശരിയാക്കാൻ എൻ്റെ കഴിയുന്ന മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുവാനായിട്ട്, നല്ല രീതിയിൽ സൗണ്ട് ക്വാളിറ്റി എത്തിക്കാനായിട്ട് എന്നെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്ന തരത്തിലുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. ആ പ്രൊഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ പരിചയപ്പെടുത്തുന്നത് ചെയ്യുമ്പോൾ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിന് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൂടുതലും അവോയ്ഡ് ചെയ്യാനായിട്ട് തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിനും അതൊരു സഹായകരമാകും എന്നുള്ള വിശ്വാസവും കൂടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് മേടിച്ചത്, ഈ സാധനങ്ങൾ മേടിച്ചത് തൃശ്ശൂർ TB റോഡിലുള്ള ലാംബൂസ് എന്ന് പറയുന്ന കടയിൽ നിന്നാണ്. അത് നമ്മുടെ കാച്ചിനോ ഹോട്ടലിൻ്റെ കോംപ്ലക്സിൻ്റെ അകത്ത് തന്നെയാണ് ഇതുള്ളത്, സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഞാൻ മേടിച്ചിരിക്കുന്നത് മൂവിലിങ്ങിൻ്റെ M2 എന്ന് പറയുന്ന മൈക്കാണ്. ബോക്സ് ചെയ്യാം കേട്ടോ. നമുക്കിത് എടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബോക്സും കൂടി അതിൽ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തുറക്കാം, എങ്ങനെയാണ് നമുക്കിതിങ്ങനെ തുറക്കാം. നല്ലൊരു ക്വാളിറ്റി പാക്കിംഗ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ആദ്യം ഇത് സാധാരണ എല്ലാവരും കാണുന്ന പോലെ ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് പിന്നെ നമുക്ക് രണ്ട് വിൻഷീൽഡ് വരുന്നുണ്ട്. നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് കുറച്ച് ഇതിനാവശ്യമുള്ള ഇത് രണ്ട് മൈക്കാണ് കേട്ടോ. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള മൈക്കാണ് അത് വരുന്നത്. പിന്നെ നമുക്ക് രണ്ട് കേബിള്, USB കേബിൾ നമുക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നേരത്തെ കണ്ട പോലെ തന്നെ USB കേബിൾ 3 എണ്ണം ഉണ്ട്. പിന്നെ നമുക്ക് മൈക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്കിൻ്റെ ഒരു 2 എണ്ണം ഉണ്ട്. പിന്നെ നമുക്ക് ഈ കേബിൾ എന്ന് പറയുന്നത് നമുക്ക് മൊബൈലിലേക്ക് കണക്ട് ചെയ്യാനും പിന്നെ നമ്മുടെ റിസീവറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കോഡ് വയർ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ബോക്സ് ഉണ്ട് കേട്ടോ, അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്തേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ 3 എണ്ണം, ഒരു റിസീവറും 2 മൈക്കും നമുക്ക് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചാർജറായിട്ടും കൂടി യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ നമുക്ക് USB ആയിട്ട് നമുക്ക് ഇവിടെ ചാർജർ കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൽ ഒരു റിസീവറും 2 മൈക്കും, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ വെക്കേണ്ട കാര്യമുള്ളൂ. നമുക്കൊരു പെട്ടെന്ന് ഇതിൽ ഇൻഡിക്കേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇൻഡിക്കേഷൻ എവിടെയാണെന്ന് നോക്കണം. അത് ഇവിടെ ഈ ലൈറ്റ് ഇവിടെ ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് ഫുൾ ആവുന്നതിനനുസരിച്ചിട്ടായിരിക്കും സാധാരണ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഗോഡോക്സ് കമ്പനിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂവിലിംഗ് M2 എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിൽ കൂടി ആയിരിക്കും ഇനി വരുന്ന കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ യൂസർ റിവ്യൂ പിന്നീട് നമുക്ക് അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. ഇത് നമുക്ക് മാറ്റാം. ഇനി അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് ഒസാക്കയുടെ ഡിജിറ്റൽ ലൈറ്റാണ്. ഇത് വന്നിട്ട് വൈറ്റ് ലൈറ്റാണ്. ഏകദേശം ഇത് വന്നിട്ട് മാക്സിമം പവർ വന്നിട്ട് ഇതിന് വരുന്നത് 335 വാട്ട്സ് ആണ്. ഇതിൽ വരുന്ന LED ബൾബുകൾ ഏകദേശം 576 എണ്ണം ഉണ്ട്. അതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ വരുന്നത്, ഇത് നമുക്കൊന്ന് ബോക്സ് ഒന്ന് തുറന്നു നോക്കാം ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഈ ബോക്സിനകത്ത് ഇതാണ് ലൈറ്റ് വരുന്നത് കേട്ടോ. ഇതിൽ ലൈറ്റ് ഇങ്ങനെ ആണ് വരുന്നത്. ഇതിന് അധികമൊന്നുമില്ല. ഈ പാക്കിനകത്ത് ഇതിങ്ങനെ ഒരു കവറുണ്ട്. ഈ കവറ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അപ്പോൾ നമുക്കിതിൽ ഇങ്ങനെയാണ്, അധികം തോന്നുന്നില്ല, നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബാറ്ററി ഫിക്സ് ചെയ്യാനുള്ള ഒരു
ബാറ്ററി ഹോൾഡർ ഫിക്സ് ചെയ്യേണ്ട ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് ലൈറ്റിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓൺ ഓഫ് സ്വിച്ചും അതിൻ്റെ ടെമ്പറേച്ചറും അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ തുറക്കാം. ഞാൻ ഇതിൻ്റെ എത്ര LED ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് തുറക്കാം. നമുക്കിനി ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ളത് നമുക്കിതിൻ്റെ ഒപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു ബാറ്ററി ചാർജർ. അപ്പോൾ ഇത് ചാർജറാണ് കേട്ടോ. നമുക്ക് ഇത് ചാർജറാണ്. ഇതിൻ്റെ വോൾട്ടേജ് 100 മുതൽ 240 V വരെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ്. ഇതിലെടുക്കുമ്പോൾ നമുക്ക് ഇതാണ് ചാർജർ വരുന്നത്. ഈ ചാർജറിൻ്റെ കൂട്ടത്തിൽ അതിനുള്ള കേബിള് നമുക്ക് വരുന്നുണ്ട്. ഇതിവിടെ കണക്ട് ചെയ്തിട്ട് പ്ലഗിൽ കുത്തി ചാർജ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയ ബാറ്ററിയാണ് കേട്ടോ. വെൽബോണിൻ്റെ ബാറ്ററിയാണ്. ഇതിൽ എത്രയാണ് ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്നുള്ളത് നോക്കുകയാണ് കേട്ടോ. ഇതിൽ നോക്കിയിട്ട് എനിക്ക് എത്രയാണെന്നുള്ളത് മനസ്സിലാവില്ല. അറിയാവുന്നവർ ഒന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. നമുക്കുള്ള ബാറ്ററി ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമുക്ക് ബാറ്ററി വരുന്നത്. അപ്പോൾ ബാറ്ററി ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്തിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ വല്ല ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വല്ല സമയത്തൊക്കെ നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യം വരുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. അങ്ങനെ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സിംപെക്സിൻ്റെ ഈ LED ലൈറ്റാണ് വരുന്നത്. LED ലൈറ്റാണ് പറയണത്. പിന്നെ അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 6 feet ലെങ്ത്തുള്ള നമുക്ക് സ്റ്റാൻഡും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. മൊത്തം റിംഗ് LED ആണ് ഇതിൽ വരുന്നത്. 100 watt എക്സ്ട്രാ ബ്രൈറ്റ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ വന്നിട്ട് നമുക്ക് ഇതിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഡ്യുവൽ കളറാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഡ്യുവൽ കളറാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് നേരത്തെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നപ്പോൾ തന്നെ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ബോക്സ് അൺബോക്സ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് നമ്മൾ ഒരു ബാഗ് ഉണ്ട്. ബാഗിലാണ് ഇത് ലൈറ്റ് വരുന്നത്. കുഴപ്പമില്ല, നല്ല നീറ്റായിട്ടുള്ളൊരു ബാഗാണ് വരുന്നത്. നമുക്കത് തുറന്നു കഴിയുമ്പോൾ നമുക്ക് വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. LED ലൈറ്റ് ഇതാണ് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് കറണ്ടിൽ കുത്താനുള്ള ഒരു കേബിളാണ്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വരുന്ന എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ഹോൾഡറാണ് നമുക്ക് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാണ് നമ്മുടെ LED ലൈറ്റ് നമുക്കിതിൽ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ശരിക്കും ഇവിടെ നമുക്ക് മൊബൈൽ ഹോൾഡർ നമുക്കിവിടെ കണക്ട് ചെയ്യാം. 2 മൊബൈൽ ഹോൾഡർ നമുക്കിവിടെ കണക്ട് ചെയ്യാനുള്ളൊരു സോഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ ഫ്രണ്ടിലും നമുക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ട് നമുക്ക് ഇത് എവിടെ വേണം കണക്ട് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം എന്താണ് കിട്ടണമെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. നമുക്കിത് ശരിക്കും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഈ കീ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഇതിവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. പിന്നെ നമുക്കിത് ഈ നെട്ട് നമുക്ക് തിരിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്കിത് ഇങ്ങനെ താഴ്ത്താനും നേരെ ആവാനും പിന്നെ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള പൊസിഷനിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തിനൊക്കെ നമുക്കിത് മാറ്റാൻ പറ്റും. ഇനി നമുക്കൊന്ന് വർക്ക്. അപ്പം നമുക്കിത് ഇതിൻ്റെ ബാക്കിലാണ് ബട്ടൺ. അപ്പോൾ അത് നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ വരും. നമുക്കിത് ഓൺ ചെയ്ത് കണ്ടോ, നമുക്കിതിങ്ങനെ വൈറ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടോ, ഇതിനെ നമുക്ക് ഗോൾഡൻ കളറിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ രീതിയിലേക്ക് മാറ്റാം. പിന്നെ അതേപോലെ ഈ ബ്രൈറ്റ്നസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ലൈറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക്
ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് തരത്തിലുള്ള ലൈറ്റാണ് നമുക്കിതിൽ കിട്ടുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാനിപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ മേടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞാൻ നേരത്തെ അനുഭവിച്ചിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനും ഇതൊരു ഉപകാരമായിരിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇതിപ്പോൾ പറയുന്നത്. ഞാനും ഒരു തുടക്കക്കാരനാണ്. അപ്പോൾ തുടക്കക്കാർക്ക് എല്ലാവർക്കും ഇതൊരു ഗുണമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതൊക്കെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും